നല്ല ഉച്ച സമയം അടിപൊളി ഒരു സദ്യ കഴിച്ചാലോ. നമ്മളിപ്പോൾ എറണാകുളത്തോടുള്ള യാത്രയിലാണ്. ഓരോ വട്ടം യാത്ര പോകുമ്പോഴും നമ്മളെക്കാട്ട് എക്സൈറ്റ്മെന്റ് അമ്പൂട്ടനാണേ. വെളിയിൽ നിന്ന് ഭയങ്കര കരച്ചിലാണെങ്കിലും കാറിനകത്ത് കയറി കഴിഞ്ഞാൽ അമ്പൂട്ടൻ കൂളാണ്. ഞാൻ അവന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുതലേ ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാമേ. അല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ട് തെന്നി മാറുന്നു. നമ്മൾ സദ്യ കഴിക്കാനാണ് വന്നത്. എത്ര നാളായെന്നറിയുമ്പോൾ ഇത്ര അടിപൊളി ഒരു സദ്യ കഴിച്ചിട്ട് നല്ല അടിപൊളി പരിപ്പും പപ്പടവും കൂട്ടി ഒരു പിടിയും കൊണ്ട് പിടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അമ്പൂട്ടൻ്റെ വയറ് വീപ്പിച്ചിട്ടാണോ ഇനി മൃദുലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടിട്ട് ഒരു ചേച്ചി അവന് കൊണ്ടൊരു ചെയർ കൊണ്ട് വെച്ച് കൊടുത്തേ. അവൻ അതിനകത്തിരുന്ന് ഹാപ്പി ആയിട്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ റൗണ്ട് സാമ്പാർ വന്നു. അടിപൊളിയായിരുന്നു കേട്ടോ സാമ്പാർ. അല്ല, നമ്മളെ ഇലയിൽ തൊടുകറി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇലയിൽ നിന്ന് എടുക്കാമല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെയാണ് പായസം. പായസത്തിൻ്റെ കൂടെ എനിക്ക് അച്ചാർ കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമാട്ടോ. ആരും കോമ്പോ പലർക്കും ഇഷ്ടമാണെന്ന് അറിയത്തില്ല. പക്ഷേ അച്ചാർ തീർന്നതുകൊണ്ട് ഞാൻ പഴം വെച്ച് ഇളക്കി കഴിച്ചു. പപ്പടം അടിപൊളി കോമ്പോയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ലേശം ചോറ്, നമുക്ക് കൂട് കംപ്ലീറ്റ് ഉണ്ടല്ലോ, മോരും രസവും കൂട്ടി ഒരു പിടി കൂടി പിടിച്ചേ. അയ്യോ, എനിക്കിനി ഇരിക്കുന്നിടത്ത് എണീക്കാൻ വയ്യേ. അമ്പൂട്ടനും എന്തേ വയറ് വീപ്പിച്ചതേ കവിളിലൊക്കെ ആക്കിയിട്ടുണ്ട് ചോറ്. അത് കഴിഞ്ഞ് പുട്ടിങ്ങി വന്നു. പുട്ടിങ്ങി കോംപ്ലിമെൻ്ററി ആണെന്നാണ് പറഞ്ഞത്. പിന്നെ മൃദുലയ്ക്ക് ഇതേ 3 കൂട്ടം പായസവും കൂട്ടി ബോളിയും കൂട്ടി മൃദുലയും കഴിച്ചു. പിന്നെ ഫുഡ് ഇവിടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മണി അടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ 3 പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് 3 മണി അടിച്ചു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.